ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നമുക്ക് പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് 12-ാം തീയതി, ഒക്ടോബർ 12-ാം തീയതി നമ്മൾ പൾസ് പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത്. ബഹുമാനിയായിട്ടുള്ള DHS ഇവിടെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് 21,11,000 കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി ഇന്ന് തുള്ളിമരുന്ന് നൽകുന്നത്. ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ 22,363 ബൂത്തുകളാണ് ഇന്ന് പ്രവർത്തിക്കുക. 44,766 വോളണ്ടിയർമാർ ബൂത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. എല്ലാ രക്ഷകർത്താക്കളും 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി പോളിയോ നിർമ്മാർജ്ജന തീവ്ര യജ്ഞത്തിൽ പങ്കാളികളാകണമെന്നുള്ളതാണ് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. ഇന്ന് ഇതെടുക്കാൻ സാധിക്കാത്തവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് നാളെയും മറ്റന്നാളും 13, 14 തീയതികളിൽ വീടുകളിൽ എത്തി തുള്ളിമരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന്, അതോടൊപ്പം റോട്ടറി ഇന്റർനാഷണൽ, ബഹുമാനിയായ ശ്രീമതി നിഷ ജോസ് കെ മാണി ഇവിടെയുണ്ട്, മറ്റ് സന്നദ്ധ സംഘടനകൾ, ഇവരുടെയൊക്കെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ 2000-ന് ശേഷം ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ 2011-ന് ശേഷവും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ സമീപ രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ രോഗം ഉള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ ആ രോഗസാധ്യത ഒഴിവാക്കുന്നതിനുമായിട്ടാണ് വാസ്തവത്തിൽ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മളിപ്പോൾ പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. അത് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം എല്ലാ രക്ഷകർത്താക്കളും. ഇപ്പം ആരോഗ്യരംഗത്തെ വാക്സിനുകളെ സംബന്ധിച്ച് അത് എത്രയോ കാലങ്ങളായി ശാസ്ത്രലോകം, വൈദ്യശാസ്ത്രലോകം ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച് അത് ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 40 വയസ്സിന് മുകളിലായിരുന്നു. 40-45 വയസ്സാകുമ്പോൾ ഒരു ശരാശരി ആയുർദൈർഘ്യം കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടേത് 40-45 വയസ്സിനും ഇടയിലായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 40-45 വയസ്സെന്ന് വെച്ചാൽ യങ് ഏജ് ആണ്. പക്ഷെ ഇന്ന് നമ്മുടെ ആവറേജ് ഏജ് സ്ത്രീകൾക്ക് 80 വയസ്സാണ്, പുരുഷന്മാർക്ക് 76 വയസ്സാണ്. കൃത്യമായിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന്, രോഗനിർമ്മാർജ്ജനം സാധ്യമാക്കുന്നതിന്, രോഗാതുരത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് വാക്സിനുകൾക്ക് അതിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. ഒരു കുഞ്ഞിനെയും ഒഴിവാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ, അവർ എത്ര നാൾ ജീവിക്കുന്നെങ്കിലും ആരോഗ്യത്തോടെ, ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇത്രയും ആയുസ്സുണ്ട്, ശരാശരി ആയുസ് ഇത്രയാണ്. ആ ആയുസ് നല്ലതായിട്ട് നല്ല ഗുണനിലവാരമുള്ള ജീവിതം ഉണ്ടാവുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വയമായിട്ട് എടുക്കാൻ കഴിയില്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പൊതുവായിട്ടും അപ്പം മാതാപിതാക്കളുടെ റോൾ വളരെ വളരെ നിർണായകമാണ്. മാതാപിതാക്കളുടെയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഒന്നാകെയുള്ള റോൾ വളരെ വളരെ നിർണായകമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നാം കാണണം. നമ്മൾ എല്ലാ റുട്ടീൻ വാക്സിനുകളും എടുത്തിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ നമ്മുടെ വാക്സിൻ തുള്ളിമരുന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൂത്തുകളിൽ പോയി എല്ലാ മാതാപിതാക്കളും ഈ ദിവസങ്ങളിൽ ഇന്ന് തുള്ളിമരുന്ന് സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിനെ രോഗങ്ങളിൽ നിന്ന് അത് മുക്തരാക്കുക, അവരെ അതിന് പ്രതിരോധശേഷി ഉള്ളവരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. ശിശുമരണ നിരക്ക് 5 ആണ്. 5 എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്ന് നമ്മൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഒരു കാര്യം, അമേരിക്കൻ ഐക്യനാടുകളുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5.6 ആണ്. കേരളത്തിൻ്റെത് 5 ആണ് എന്നുള്ളത് കാണണം. തീർച്ചയായിട്ടും എൻ്റെ അതെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ, അക്ഷീണമായി പ്രവർത്തിക്കുന്നവർ, അതോടൊപ്പം തന്നെ പൊതുസമൂഹം, ഇപ്പൊ തന്നെ ഈ വേദിയിൽ കണ്ടില്ലേ,
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, പഞ്ചായത്ത് പ്രസിഡന്റ്, 2 ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ, നമ്മുടെ വാർഡ് മെമ്പേഴ്സ് ഉൾപ്പെടെ, അപ്പോൾ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. അങ്ങനെ ജനപ്രതിനിധികളുടെ ജനകീയമായിട്ടുള്ള കൂട്ടായ്മയിലൂടെയാണ് ഇത് സാധ്യമായിട്ടുള്ളത്. അത് ഇനിയും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിയോനേറ്റൽ മോർട്ടാലിറ്റി, നവജാത ശിശു മരണ നിരക്ക് 3-നും 4-നും ഇടയിലാണ് നമ്മുടേത്. അത് വീണ്ടും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഉൾപ്പെടെ ഡോക്ടർ റീന, ഡോക്ടർ മീനാക്ഷിയൊക്കെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത് സംസ്ഥാനം എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയെ, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ആൻഡ് വി ഹാവ് ദ പ്രസൻസ് ഓഫ് WHO representatives here today. We have Dr. Asha Raghavan, representative of WHO, and also Dr. Zaira Bhanu, surveillance medical officer WHO. On behalf of Government of Kerala and on behalf of the Health Department, we would like to thank WHO for all the cooperation that you are providing us, and we are happy that you are here today attending this pulse polio immunization program. And I'm very happy to invite you to this program also because this is our homeland, home district, Pathanamthitta. So we are happy to welcome you to this program. അപ്പോൾ ഇന്ന് ഞായറാഴ്ച എല്ലാവരും ഇതിൽ സമയം കണ്ടെത്തി വന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മുടെ അമ്മമാരെല്ലാവരും ഇവിടെയുണ്ട്. എല്ലാ അമ്മമാരോടും സ്നേഹം അറിയിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അത് തുള്ളിമരുന്ന് നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്നതിൽ സന്തോഷം അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് നമ്മൾ ഓർമ്മിപ്പിക്കണമെന്നുകൂടി സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി നല്ല പ്രവർത്തനം നടത്തിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് നന്ദി അറിയിച്ചുകൊണ്ടും പത്തനംതിട്ടയിലെ പൊതുസമൂഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ടും ഔപചാരികമായി സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.